രാവണന്റെ സഭയിലേക്ക് ദൂതന്മാർ പറന്നു. കുറെ നേരം അവരൊന്നും മിണ്ടാതെ നിന്നു. പിന്നീട് അവർ സംശയിച്ചു പറയുവാൻ തുടങ്ങി, പ്രഭു, കൊടുങ്കാറ്റ് കടലിനെയും കരയും കാടിനെയും ഇട്ടലയ്ക്കും പോലെ അവിടുത്തെ വീര സഹോദരൻ കുംഭകർണൻ വാനരക്കൂട്ടത്തെ യാതന അനുഭവിച്ചു. അദ്ദേഹം അവരെ വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. സൈന്യങ്ങൾക്കിടയിൽ വെപ്രാളത്തോട് വെപ്രാളമായിരുന്നു. പല വാനര പ്രധാനികൾ അദ്ദേഹം ഏറ്റുമുട്ടുകയുണ്ടായി. വളരെ ദ്വന്ദ്വയുദ്ധങ്ങൾ ഉണ്ടായതിനാൽ ഓരോന്നിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ലക്ഷ്മണനുമായി ഏറ്റുമുട്ടി. അല്പനേരം അദ്ദേഹത്തോട് പൊരുതിയതിനു ശേഷം ലക്ഷ്മണനെ വിട്ട് അദ്ദേഹം രാമന്റെ നേരെ പോയി. അവർ അവിടെ വെച്ചൊന്ന് നിർത്തി. രാവണൻ അഭിമാനവും സന്തോഷവും കൊണ്ട് മന്ദഹാസം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അനാവശ്യമായി ഇടപെടുന്ന ആ സൈന്യത്തെ നാമാവിശേഷമാക്കുവാൻ എൻ്റെ പ്രിയ സഹോദരനെ ആശ്രയിച്ചാൽ മതിയെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹം രാമനെ എങ്ങനെ കൊന്നു എന്ന് വേഗം എന്നോട് പറയുവിൻ. അതിനദ്ദേഹം തൻ്റെ ശൂലം പ്രയോഗിച്ചുവോ, അതോ തൻ്റെ വെറും കയ്യാലാണോ അത് സാധിച്ചത്? രാജാവിൻ്റെ ആശ നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവർ വിറക്കുകയാണ് ഉണ്ടായത്. അവർ ഇടറുന്ന കണ്ഠങ്ങളോടെ പറഞ്ഞൊപ്പിച്ചു, പ്രഭു, രാമനും മഹാനായ കുംഭകർണനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. അവസാനം കുംഭകർണന്റെ അംഗങ്ങൾ രാമൻ വേർപെടുത്തി. ഒടുവിൽ അദ്ദേഹത്തിന്റെ ശിരസും ദേഹത്തിൽ നിന്ന് വേർപെടുത്തി. കാട്ടുതീയിൽ വെന്ത ഒരു മരം പോലെ അദ്ദേഹം നമ്മുടെ കുംഭകർണൻ മറിഞ്ഞു വീണു. ആ നടുക്കുന്ന വാർത്ത കേട്ട രാവണൻ ബോധം കെട്ടു വീണു. അദ്ദേഹത്തിന്റെ ദുഃഖം സഹിക്കാവുന്നതല്ലായിരുന്നു. ഇളയച്ചന്റെ മരണവാർത്ത അറിഞ്ഞ ദേവാന്തകനും നരാന്തകനും ത്രിശിരസും അതികായനും വാവിട്ട് കരയുവാൻ തുടങ്ങി. വളരെ നേരം കഴിഞ്ഞതിനു ശേഷം വളരെ പ്രയാസപ്പെട്ട് ഏറെ ശുശ്രൂഷകൾ നൽകിക്കഴിഞ്ഞപ്പോൾ രാവണന് ബോധമുണ്ടായി. അതികഠിനമായ ദുഃഖത്തിന് വശംവദനായ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട അനുജ, അങ്ങയുടെ ധീരത, അങ്ങയുടെ വീര്യം, അങ്ങയുടെ അജേയമായ ഊർജ്ജസ്വലത അവയെല്ലാം എങ്ങുപോയി? എന്നെ ഇവിടെ തനിയെ വിട്ടിട്ട് അങ്ങ് യമലോകത്തിലേക്ക് പോയിരിക്കുന്നെന്നോ? എനിക്കും രാക്ഷസകുലത്തിനൊട്ടാകെയും തീരാത്ത വേദന നൽകിക്കൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞെന്നോ? ദേവാസുര യുദ്ധങ്ങളിലെല്ലാം അങ്ങായിരുന്നു എനിക്ക് ഏക ആശ്വാസം. ഞാനിനി ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും കാണുന്നില്ല. അങ്ങേപ്പോലുള്ള മഹാവീരന് വെറുമൊരു മനുഷ്യനായ രാമന്റെ കൈയാൽ എങ്ങനെ മരണം സംഭവിച്ചു? എനിക്ക് ഈ വാർത്ത വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. അങ്ങയുടെ മരണത്താൽ ആഹ്ലാദിച്ച് സ്വർഗവാസികൾ ആടുന്നതും പാടുന്നതും എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആനന്ദ നൃത്തവൃത്തിയിൽ മുങ്ങിക്കുളിക്കുന്ന വാനരക്കൂട്ടങ്ങളെയും കുംഭകർണനില്ലാത്ത രാജ്യം ഭരിക്കുവാൻ എനിക്കൊരാഗ്രഹവുമില്ല. എൻ്റെ ഈ ജീവനോടും ജീവിതത്തോടും എനിക്ക് മേലാൽ പ്രിയമില്ല. ഒരു കൃത്യം നിർവഹിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുംഭകർണന്റെ കൊലയ്ക്ക് എനിക്ക് പ്രതികാരം ചെയ്യണം. ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ നികൃഷ്ടരിൽ നികൃഷ്ടമായി തീരും. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യുവാനായി ഞാൻ ഉടൻ യുദ്ധം ചെയ്ത് ജയിക്കുകയോ യുദ്ധത്തിൽ മരിക്കുകയോ ചെയ്യും. യുദ്ധത്തിൽ മരിച്ചാൽ ഞാൻ എൻ്റെ സഹോദരനുമായി പരലോകത്തിൽ കൂടിച്ചേരുമല്ലോ. അതിൽ പരം എനിക്കൊരു സന്തോഷവും ഇല്ലാതാനും. എൻ്റെ അനുജൻ രാമന്റെ കയ്യിൽ മരിക്കായാൽ ദേവന്മാരിപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടാവും. എനിക്കവരുടെ ചിരിക്കുന്ന മുഖങ്ങൾ ഏറെക്കുറെ കാണുന്നുണ്ട്. രാമൻ വീരനാണെന്ന് വിഭീഷണൻ എന്നോട് പറഞ്ഞത് കേവലം സത്യമാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അയാളുടെ ഉപദേശങ്ങൾ നിരസിച്ചത് വിഡ്ഢിത്തമായി പോയി. ഇതുമാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട അനുജനെ എനിക്കിപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്തു. കുംഭകർണനും പ്രഹസ്തനും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അവരിരുവരും മരിച്ചു കഴിഞ്ഞു. ഞാൻ അവരുടെ മരണത്തിന് വഴിയൊരുക്കി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരം തന്നെ. വിഭീഷണൻ ധർമ്മിഷ്ഠനായിരുന്നു. അയാളെ ഞാൻ ഓടിച്ചു വിടുകയും ചെയ്തല്ലോ. എൻ്റെ ആ പ്രവൃത്തിക്കുള്ള പ്രതിഫലം ഞാൻ ഇന്ന് അനുഭവിക്കുകയാണ്. രാവണൻ ദുഃഖാഗ്നിയാൽ എരിപിരി കൊണ്ടു. അദ്ദേഹം ദയനീയമായ ഒരു രൂപമായി മാറിയിരുന്നു. അദ്ദേഹത്തിന് കുംഭകർണനോട് അതിവാത്സല്യമായിരുന്നു. കുംഭകർണൻ മരിച്ചു എന്ന സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കാതെ രാവണന്റെ മനസ്സ് പിണങ്ങി നിന്നു. അദ്ദേഹം ഇപ്രകാരം ദുഃഖത്തിൽ ആത്മാനായിരിക്കെ അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ ഒരാളായ ത്രിശിരസ് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീരനായ ഇളയച്ചൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹം യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ വേർപെടുത്തിപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശിരസ് ഒരു ഭാഗത്തും ഭൂമിയാകെ പ്രകാശിപ്പിച്ചുകൊണ്ട് കിടക്കുന്നു. ബുദ്ധിയുള്ളവർ ദുഃഖത്തിന് വഴങ്ങിക്കൊടുക്കേണ്ട സമയമല്ലിത്. തത്ര ഭവാൻ 3 ലോകങ്ങളെയും നാഥനാണല്ലോ. അങ്ങ് സ്വയം മറന്നിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ശരിയല്ല. വെറും സാധാരണക്കാരെ പോലെ അങ്ങ് ധൈര്യം വിട്ട് മുറവിളി കൂട്ടരുത്. അങ്ങയ്ക്ക് ബ്രഹ്മാവ് തന്നിട്ടുള്ള വരങ്ങളുണ്ടല്ലോ. ഉടയാത്ത പടച്ചട്ടയുടെ ഉടമയാണങ്ങ്.
ഗംഭീരമായ ഒരു വില്ലും ശരങ്ങളും ഒഴിയാത്ത ആവനാഴികളുമുണ്ട്. ആ കീർത്തിപ്പെട്ട രഥവും അങ്ങയുടേതാണ്. ആയുധങ്ങൾ കൊണ്ട് അനവധി തവണ അങ്ങ് ദേവന്മാരെ എന്നല്ല അസുരന്മാരെയും പരാജിതരാക്കിയിട്ടുണ്ട്. എല്ലാ ആയുധങ്ങളുമായി അങ്ങ് രാമനെ നേരിടണം. യുദ്ധത്തിൽ രാമനെ കൊല്ലണം. പക്ഷേ ആ ഘട്ടം വരാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ അതിന് സമയമായിട്ടില്ല. എന്നെ പോകുവാൻ അനുവദിക്കൂ. ഞാൻ അവരെയെല്ലാം കൊല്ലുന്നുണ്ട്. ഞാൻ പടയുടെ മുൻനിരയിലേക്ക് പോകും. ഗരുഡൻ സർപ്പങ്ങളേടെന്ന പോലെ ഞാൻ അവരുടെ എല്ലാം മരണത്തിന് കാരണക്കാരനാകും. പ്രഭു, എന്നെ വേഗവും പോകാൻ അനുവദിക്കൂ. മരണം ആസന്നമായിരുന്ന രാവണൻ തൃശിരസിന്റെ വാക്കുകൾ കേട്ട് ആശ്വാസം പൂണ്ടു. അയാളുടെ നിർദ്ദേശം സ്വീകരിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദേവാന്തകൻ, നരാന്തകൻ, അതികായൻ എന്നീ രാവണന്റെ മത്തുപുത്രന്മാർ തൃശിരസിന്റെ വാക്കുകൾ കേട്ട് വികാരവിവശരായി. അവരും യുദ്ധത്തിന് ഉത്സുകരായി. രാവണന്റെ ഈ യുവപുത്രന്മാർ യുദ്ധം ചെയ്യുവാനുള്ളതിന് ആവേശത്താൽ അന്യോന്യം മത്സരിച്ചുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും തന്നെ വില്ലാളി വീരന്മാരും മഹാപോരാളികളുമായിരുന്നു. മഹാരഥികൾ തന്നെയായിരുന്നു. മായാതന്ത്രങ്ങളിലും അവർ സുപരിചിതരായിരുന്നു. ധൈര്യപൂർവ്വം അവർ പലപ്പോഴും ദേവന്മാരുമായി ഏറ്റുമുട്ടാറുമുണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലുകളിൽ വിജയം എപ്പോഴും അവർക്ക് തന്നെയുമായിരുന്നു. അവർ ശൂരന്മാരായിരുന്നു. പ്രബലരും വീരന്മാരുമായിരുന്നു. അവരുടെ വരങ്ങളാൽ അനുഗ്രഹീതരുമായിരുന്നു. എല്ലാ കലകളിലും അവർ വിദഗ്ധരായിരുന്നു. ഗർവിഷ്ഠരും ബലിഷ്ഠരും ആ രാവണപുത്രന്മാർ തങ്ങളെ രണാങ്കണത്തിലേക്ക് അയക്കണമെന്ന് പിതാവിനോട് ഒത്തുചേർന്ന് ആവശ്യപ്പെട്ടു. രാവണൻ തന്റെ പുത്രരിൽ അഭിമാനം കൊണ്ടു. മറ്റുള്ളവർ തോറ്റെടുത്ത് ഇവർ ജയിച്ചേക്കാമെന്നൊരാശ അദ്ദേഹത്തിന് തോന്നി. അങ്ങേയറ്റം സ്നേഹത്തോടെ അദ്ദേഹം അവരെ ആലിംഗനം ചെയ്തു. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. യുദ്ധരംഗത്തേക്ക് പോകുവാൻ അനുവദിക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പോവാനൊരുങ്ങി. യുദ്ധോന്മത്തരായ മാതനും അവരോടൊപ്പം പോയി. ആനകളുടെ പുറത്തും രഥങ്ങളിലുമായി അവർ നഗര കവാടങ്ങൾ കടന്നുപോയി. അവരെ കണ്ടപ്പോൾ രാക്ഷസ സങ്കേതങ്ങളിൽ വലിയ ആവേശമുണ്ടായി. ഒരു വലിയ സൈന്യം അവരെ അനുഗമിച്ചു. അവർ യുദ്ധഭൂമിയിലെത്തി. അവരുടെ യുദ്ധകാഹളം അത്യുച്ചത്തിലായിരുന്നു. വാനരന്മാർ അത് കേട്ടു. രണ്ട് സൈന്യങ്ങളും തമ്മിലുള്ള സംഘടനം ഘോരമായിരുന്നു. രാക്ഷസ പക്ഷത്തിന് ശരവർഷം തന്നെയായിരുന്നു. അതോടൊപ്പം കുന്തങ്ങളും ശൂലങ്ങളും മുൾഖരങ്ങളും ഉണ്ടായിരുന്നു. വാനരപക്ഷത്തിന് പാറകളും വൃക്ഷങ്ങളും ഇടതടവില്ലാതെ എറിയപ്പെട്ടുകൊണ്ടേയിരുന്നു. കുംഭകർണന്റെ വധം അവർക്ക് ഏറെ ആത്മവിശ്വാസം നൽകിയിരുന്നു. അവർ ഏറെ സന്തുഷ്ടന്മാരായിരുന്നു. തങ്ങൾ രാക്ഷസന്മാരെക്കാൾ മേലെയാണ് എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. രാക്ഷസന്മാരാകട്ടെ തങ്ങളുടെ പ്രിയ നേതാവും ഏറ്റവും ശൂരനുമായ കുംഭകർണന്റെ മരണത്തിൽ രോക്ഷാകുലരായിരുന്നു. പ്രതികാരദാഹികളായിരുന്നു. കരിബാധിച്ച വണ്ണം അവർ പൊരുതുകയും ചെയ്തു. നരാന്തകൻ കൊടുംനാശം വരുത്തി. സുഗ്രീവന് തന്റെ സൈന്യത്തെയും സഹായത്തിന് എത്തേണ്ടതായിരുന്നു. അദ്ദേഹം അംഗദനെ വിളിച്ചു പറഞ്ഞു, നീ പോയി ഈ നരാന്തകനോട് യുദ്ധം ചെയ്യണം. അയാൾ വളരെ ചെറുപ്പമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അയാൾ നമ്മളുടെ നിരകളിൽ അതിരറ്റ നാശം വരുത്തുന്നുണ്ട്. അംഗദൻ നരാന്തകനുമായി ഏറ്റുമുട്ടി. അവർ ഘോരമായ ദ്വന്ദ്വം നടത്തി. അതിന്റെ അവസാനത്തിൽ രാവണപുത്രൻ ബാലിപുത്രനാൽ കൊല്ലപ്പെടുകയും ചെയ്തു. മറ്റ് സഹോദരന്മാർ ആ ആഴ്ച കണ്ടു. അവർ അംഗദനോട് യുദ്ധത്തിന് ചെന്നു. നീലനും ഹനുമാനും അംഗദന്റെ സഹായത്തിനെത്തി. ഒരു ഗംഭീര യുദ്ധം തന്നെ നടന്നു. ഹനുമാൻ ദേവാന്തകനെയും കൊന്നു. തൃശിരസിനെയും കൊന്നു. യുദ്ധോന്മത്തിൽ നീലൻ ഹതനായി. മാതനെ ഋഷഭനാണ് കൊന്നത്. രാക്ഷസ സൈന്യത്തോട് സംബന്ധിച്ചിടത്തോളം അതൊരു ഘോരമായ തകർച്ച തന്നെയായിരുന്നു. തന്റെ ഇളയച്ചന്മാരുടെയും സഹോദരന്മാരുടെയും മരണത്തിന് പ്രതികാരം ചെയ്യുവാനായി അതികായൻ മുന്നോട്ട് വന്നു. അയാൾ കുംഭകർണനെ പോലെ തന്നെ ഭീമാകാരനായിരുന്നു. കുംഭകർണൻ ജീവിച്ചെഴുന്നേറ്റ് വരികയാണെന്ന് കരുതി വാനരന്മാർ വലിയൊരു കൂട്ടം പലായനം ചെയ്യുക തന്നെ ചെയ്യും. അവർ രാമന്റെ മുന്നിൽ പാഞ്ഞെത്തി. ആരാണ് ഇയാളെന്ന് രാമൻ വിഭീഷണനോട് ചോദിച്ചു. മല പോലെ മഹാകായമായിരുന്ന ഇയാളെ കണ്ണുകളിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. അയാളുടെ രഥം ഏറ്റവും വലിപ്പം കൂടിയതാണ്. ഒന്നാന്തരം കുതിരകളെ പൂട്ടിയിട്ടുമുണ്ടതിൽ. ഭീതിജനകമായ ആയുധങ്ങൾ അതിൽ നിരത്തി വെച്ചിരുന്നു. അയാൾ പ്രഥമ ഗണങ്ങളോട് കൂടിയ രുദ്രനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. ഒരു മഹാരഥിയുടെ എല്ലാ ലക്ഷണങ്ങളും ഞാൻ അയാളിൽ കാണുന്നു. രാവണപക്ഷത്തുള്ള ഈ മഹായോദ്ധാവ് ആരെന്ന് എന്നോട് പറയൂ വിഭീഷണ. വിഭീഷണൻ പറഞ്ഞു, അത് രാവണ പുത്രനാണ്. വീര്യത്തിൽ അദ്ദേഹം തൻ്റെ അച്ഛനോട് സമനാണ്. അസ്ത്രങ്ങളിൽ ചിരപരിചിതനാണ്. സുഷിക്തനുമാണ്. ആനപ്പുറത്തോ കുതിരപ്പുറത്തോ രഥത്തിലോ ഇരുന്ന് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ പോരാളിയാണ്. രാവണന്റെ പത്നിമാരിൽ ഒരാളായ ധന്യമാലിനിയുടെ പുത്രനാണ് അദ്ദേഹം. ബ്രഹ്മാവ് അദ്ദേഹത്തിന് ദിവ്യാസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്.
അദ്ദേഹവും ദൈവസൈന്യത്തെ പലവരവും തോൽപ്പിച്ചിട്ടുണ്ട്. ഇന്ദ്രന്റെ വജ്രവും വരുണന്റെ പാശവും ഇദ്ദേഹത്തെ ഭയപ്പെടുത്തുകയില്ല. ആവൽക്കാരിയായ ഒരു എതിരാളിയാണ് അദ്ദേഹം എന്ന് ധരിക്കേണ്ടതുണ്ട്. തൻ്റെ സഹോദരന്മാരുടെ മരണത്താൽ അദ്ദേഹം ഏറെ കുപിതനാണ്. അങ്ങയാളുടെ ശൗര്യത്തിന് ഉടനൊരു അറുതി വരുത്തണം. ഒരു കൃഷിക്കാരൻ അരിവാളും പിടിച്ച് വയലിലൂടെ നടക്കും പോലെ അതികായൻ സൈന്യത്തിനിടയിലൂടെ തിരക്കി നടക്കുകയായിരുന്നു. എതിർക്കാൻ വന്ന വാനര പ്രമാണിമാരെ എല്ലാം അദ്ദേഹം തൂത്തുമാറ്റി. അദ്ദേഹം നേരെ രാമന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു: ഒരു സാധാരണ എതിരാളിയോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിലപ്പെട്ടവരായ വല്ലവരുമുണ്ടെങ്കിൽ അവർക്ക് എന്നോട് യുദ്ധം ചെയ്യുവാൻ ധൈര്യമുണ്ടോ എന്ന് കാണട്ടെ. ലക്ഷ്മണൻ അയാളുടെ അഹങ്കാരം അധിക നേരം ചെറുത്തു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അതികായനോട് യുദ്ധം തുടങ്ങി. അദ്ദേഹം വില്ലിൽ ഞാൻ വലിച്ചു കെട്ടി മൂർച്ചയേറിയ ശരം കയ്യിലെടുത്തു. അതികായൻ പറഞ്ഞു: ലക്ഷ്മണ, യുദ്ധതന്ത്രത്തിൽ അങ്ങ് ഇപ്പോഴും ഒരു ശിശുവാണ്. അങ്ങ് മടങ്ങിപ്പോകണം. യമനെ നേരിടുവാനുള്ള ധൈര്യം അങ്ങേക്കുണ്ടോ? ആർക്കും ഭൂമിയിലെ ഹിമവാനോ സ്വർഗത്തിനോ എൻ്റെ ശരങ്ങളുടെ ശക്തി താങ്ങുവാനാവില്ല. യുഗാവസാനത്തിലെ അഗ്നിയെ ഉണർത്തുവാൻ നോക്കണ്ട. എൻ്റെ കൈകളാൽ അങ്ങയുടെ ജീവൻ കളയണ്ട. അങ്ങിനിയും വാശി പിടിച്ച് യുദ്ധം ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ശരപാചലത്തിൻ്റെ വേഗത അങ്ങേക്ക് കാണുവാൻ കഴിയും. ശരങ്ങൾ കൊണ്ടും കുന്തങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും നിറച്ചൊരു മെത്ത വേഗം ലഭിക്കും. അത് ഉറപ്പിച്ചോളൂ. അതികായൻ തൻ്റെ മാരകമായ ശരങ്ങളെ ഏൽപ്പിച്ചു. യുദ്ധം ഘോരമായി തന്നെയായിരുന്നു. സൗമിത്രി അഗ്നിദേവതയായുള്ള അസ്ത്രം വിട്ടു. അതികായൻ സൂര്യാസ്ത്രത്താൽ മറുപടി നൽകി. രണ്ട് തേജസ്സും തമ്മിൽ ഏറ്റുമുട്ടി. ആ കാഴ്ച കിടിലം കൊള്ളിക്കുന്നതായിരുന്നു. ഹൃദയവർജകവും. ഒരുവൻ അസ്ത്രം വിട്ടാലുടൻ മറ്റവൻ പ്രത്യസ്ത്രം വിട്ട് അതിനെ നശിപ്പിക്കുകയായി. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ വായുദേവൻ ലക്ഷ്മണന്റെ ചെവിയിൽ മന്ത്രിച്ചു. ബ്രഹ്മാവിനാൽ അനുഗ്രഹീതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പടച്ചട്ട ഒരസ്ത്രത്താലും ഭേദിക്കുവാനാകുകയില്ല. അദ്ദേഹത്തെ കൊല്ലുവാൻ ബ്രഹ്മാസ്ത്രം തന്നെ വേണം. മറ്റൊരസ്ത്രവും അദ്ദേഹത്തിൽ ഫലിക്കുകയില്ല. ലക്ഷ്മണൻ വായുവിന്റെ ഉപദേശമനുസരിച്ച് ഒരു അസ്ത്രമെടുത്ത് മഹത്തായ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. അദ്ദേഹം മന്ത്രങ്ങൾ ചൊല്ലി. അപ്പോൾ 4 ദിക്കുകളിലും ചന്ദ്രനും സൂര്യനും ഗ്രഹങ്ങളും ആകാശം ഭൂമി എന്നിവയും വിറവുകൊണ്ടു. ലക്ഷ്മണൻ ആ അസ്ത്രം അതികായന്റെ മാറിടത്തെ ലക്ഷ്യമാക്കി അയക്കുകയും ചെയ്തു. അതികായൻ അതിനെയും തടുത്തു നിൽക്കുവാൻ ആവതും ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രത്നകിരീടം ധരിച്ച അദ്ദേഹത്തിന്റെ ശിരസ് നിലത്ത് വീണുരണ്ടു. വാനര സങ്കേതത്തിൽ വലിയ ആഹ്ലാദ തിമിർപ്പുണ്ടായി. രാക്ഷസന്മാരുടേതിൽ ഉത്കണ്ഠ സംഭ്രമവുമുണ്ടായി. 6 യുവസാഹസികന്മാരടക്കം തന്റെ സൈന്യമൊട്ടാകെ തൂത്തെറിയപ്പെട്ട വർത്തമാനം രാവണന്റെ ചെവിയിലെത്തി. ഇത്രയുമൊക്കെ ഉറപ്പോടും അതിലേറെ ഉത്സാഹത്തോടും ചാടിപ്പുറപ്പെട്ട ആ യുവവീരന്മാർ എല്ലാവരും മരിച്ചിരിക്കുന്നു. രാവണൻ കോസല സഹോദരന്മാരോട് കോപിച്ചു. അതീവ ദുഃഖിതനുമായിരുന്നു. താൻ നേരിട്ടിറങ്ങി സംഹരിക്കേണ്ട ശത്രുക്കൾ തന്നെയാണ് അദ്ദേഹമെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം വിചാരിച്ചു, ധൂമ്രാക്ഷൻ, അകമ്പനൻ, പ്രഹസ്തൻ, കുംഭകർണൻ എന്നിവരെ പോലുള്ള മഹാപോരാളികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. എൻ്റെ മക്കളും ചില്ലറക്കാരായിരുന്നില്ല. ഈ മനുഷ്യരും കുരങ്ങന്മാരും കൂടി അവരെയെല്ലാം നാവാവിശേഷമാക്കിയിരിക്കുന്നു. രക്ഷപ്പെടുവാൻ ഏറെക്കുറെ അസാധ്യം തന്നെയായ നാഗപാശം കൊണ്ട് എൻ്റെ പുത്രൻ ഇന്ദ്രജിത്ത് അവരെ ബന്ധിതികളാക്കുകയുണ്ടായി. എന്നിട്ടും അവർ അവയെ നനഞ്ഞ വസ്ത്രം പോലെ കുടഞ്ഞു കളഞ്ഞു. ഈ കോസല സഹോദരന്മാരെയും സൈന്യവും എൻ്റെ ആൾക്കാരെയും തോൽപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ രാമനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സത്യം തന്നെയായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്നു. രാമൻ ഭൂമിയിൽ അവതരിച്ച നാരായണൻ തന്നെയാണെന്ന് വസ്തുതയാണ്. സുഗ്രീവന്റെ സൈന്യത്തോട് രാമനോട് യുദ്ധം ചെയ്യുവാൻ ആർക്കാണിനി കഴിവുള്ളത്? നഗരത്തിന്റെ കവാടങ്ങളിൽ നിർത്തിയിട്ടുള്ള കാവൽക്കാരുടെ എണ്ണം 2-3 ഇരട്ടിയാക്കുവാൻ രാവണൻ തീരുമാനിച്ചു. സീതയെ തടവുകാരിയാക്കി വെച്ചിട്ടുള്ള അശോകവനത്തിനും അപ്രകാരം ചെയ്യുവാൻ ഉറപ്പിച്ചു. തൻ്റെ ഒട്ടുമിക്ക എല്ലാ മക്കളും കൊല്ലപ്പെട്ടതിനാൽ രാവണൻ അത്യധികം അമ്പരിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. ദുഃഖത്താലും ഹൃദയവേദനയാലും അദ്ദേഹം പലവരും ബോധമറ്റ് വീണു. ബോധം വന്നപ്പോഴെല്ലാം അദ്ദേഹം കണ്ണീരൊഴുകിക്കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാൻ ആരും ഒരു വഴിയും കണ്ടില്ല. മഹാധീരനായ ഇന്ദ്രജിത്ത്, മണ്ഡോദരിയിലുണ്ടായ രാവണന്റെ സീമന്തപുത്രൻ, ദുഃഖിച്ചിരിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ വാത്സല്യനിധിയായ അച്ഛ, ധീരനായ ചക്രവർത്തി, പ്രിയപ്പെട്ട രാജാവേ, അവിടുന്ന് ഇങ്ങനെ ശോകാകുലനാവരുത്. ഇന്ദ്രജിത്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ഹൃദയത്തിൽ നിരാശയ്ക്കിടം കൊടുക്കരുത്. അങ്ങയുടെ ശത്രുക്കൾക്ക് ജീവൻ നഷ്ടപ്പെടും. അങ്ങയുടെ ഈ പുത്രൻ ശരങ്ങളാൽ ശത്രുക്കളുടെ ശരീരങ്ങൾ ഖണ്ഡങ്ങളാക്കപ്പെടും. എൻ്റെ മേൽ ജയം വരിച്ചു എന്ന് ഇന്നേ വരെ ഒരാൾക്കും അവകാശപ്പെടുവാനായിട്ടില്ല. എന്നോട് നേരിട്ട് ഒരുവനും ജീവനോടെ രക്ഷപ്പെട്ടിട്ടുമില്ല. എൻ്റെ ശരങ്ങൾ ജീവൻ തീണ്ടിയെടുത്ത രാമലക്ഷ്മണന്മാരുടെ ശരങ്ങൾ താമസിയാതെ ഭൂമിയിൽ കിടക്കും.
ഇതെൻ്റെ ശപഥമാണച്ഛ. ഞാൻ ഈ നിമിഷം തന്നെ യുദ്ധഭൂമിയിലേക്ക് പോകുവാണ്. കൊടും ഭീതി കൊണ്ട് അവർ വാവിട്ട് കരയും വരെ ഞാൻ അവരുമായി പൊരുതും. ലോകം നോക്കിക്കാണട്ടെ, സ്വർഗവാസികൾ കണ്ടു നിൽക്കട്ടെ. ഞാൻ അവരെ പോരിന് വിളിക്കുന്നതും ശാശ്വത നിദ്രയിൽ അവരെ ഭൂമിയിൽ കിടത്തുന്നതും എല്ലാവരും കാണട്ടെ. ഇന്ദ്രജിത്ത് അച്ഛനോട് യാത്ര പറഞ്ഞു. അരുണനാൽ തെളിക്കപ്പെട്ട സൂര്യന്റെ യശസ്കരമായ രഥം പോലെയുള്ള തന്റെ രഥത്തിൽ അദ്ദേഹം കയറി. ഇന്ദ്രജിത്തിനോടൊപ്പം പോകുന്ന ആവേശത്തിൽ സൈന്യം മറ്റു വീരന്മാരെയും അകാല ചരമത്തെപ്പറ്റി എല്ലാം മറന്നു. യുദ്ധഭൂമിയിലേക്ക് അതിവേഗം നീങ്ങുന്ന അവരുടെ ആശയവും അത്യുത്സാഹവും കളിയാടിയിരുന്നു. ശംഖുപോലെയും ചന്ദ്രനെ പോലെയും ധവളവർണ്ണമായിരുന്നു. യുദ്ധഭൂമിയിലെത്തിയപ്പോൾ അദ്ദേഹം രഥം നിർത്തി. അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി അവിടെ അഗ്നി ജ്വലിപ്പിച്ചു. യുദ്ധ നിയമമനുസരിച്ച് വിധിപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ചെയ്ത് അദ്ദേഹം അഗ്നിയിൽ ആജ്യാഹൂതികൾ ചെയ്തു. അന്നം ധൂപ പുഷ്പാദികൾ കൊണ്ട് അദ്ദേഹം അഗ്നിയെ യഥാവിധി പൂജിപ്പിച്ചു. ബലിയർപ്പിച്ചു. അഗ്നി പുകയില്ലാതെ തെളിഞ്ഞു കത്തി. അദ്ദേഹത്തിന്റെ പരിശ്രമം വിജയിക്കുക എന്നതാണത് സൂചിപ്പിച്ചത്. ആ പുണ്യസ്ഥലത്തെ അഗ്നി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് സ്വഹസ്ത്രങ്ങളാൽ ഹവർണകം സ്വീകരിച്ചു. അതിനുശേഷം ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്തെ ആഹ്വാനം ചെയ്തു. തൻ്റെ രഥം, ധനുസ്, ശരങ്ങൾ എന്നിവയെ മന്ത്രപൂർവ്വം പൂജിച്ചു. ഇന്ദ്രജിത്ത് ഈ ചടങ്ങുകൾ ചെയ്യുമ്പോൾ സ്വർഗവും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും ഭയത്താൽ വിറച്ചു. അഗ്നിയെ ആരാധിക്കുവാൻ കഴിഞ്ഞ ഉടനെ ഇന്ദ്രജിത്ത് രഥവും സാരഥിയും ധനുർബാണങ്ങളും ചേർന്ന് ആകാശത്തിലേക്ക് മറഞ്ഞു. തൻ്റെ സൈന്യവും വാനര സൈന്യത്തെ ആക്രമിക്കുവാനും തുടങ്ങി. നന്നായി യുദ്ധം ചെയ്യുവാൻ ഇന്ദ്രജിത്ത് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തോട് യുദ്ധം ചെയ്യുവാൻ അവർ തയ്യാറായി. എന്നാൽ 10ഉം 100ഉം എന്ന കണക്കിന് അദ്ദേഹം അവരെ കൊന്നുടക്കി. നിമിഷങ്ങൾക്കകം യുദ്ധഭൂമി വാനര ശരീരങ്ങളാൽ നിറഞ്ഞു. ഏകാതുല്യനായി സർവസാക്ഷാൽ നരനാരായണന്മാരോട് തുല്യമായി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിയ ഇന്ദ്രജിത്തിനെ തടുക്കുവാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ദ്രജിത്തിന്റെ ശരങ്ങൾ ഓരോന്നും പൊള്ളുന്ന അഗ്നി പോലെ തന്നെയായിരുന്നു. അവയോരോന്നും ഓരോ ജീവൻ ഒടുക്കുകയും ചെയ്തിരുന്നു. വാനരന്മാർക്ക് അദ്ദേഹത്തിന്റെ വീര്യത്തെ തടുത്തു നിൽക്കുവാനായില്ല. അദ്ദേഹത്തിന്റെ ശരവർഷത്തിനെതിരെ പാറകളും വൃക്ഷങ്ങളും അടക്കം വർഷം വൃദ്ധമായി തീർന്നു. ഗന്ധമാദനൻ, നളൻ, നീലൻ, മൈന്ധൻ, ഗജൻ, ജാംഭവൻ, ഋഷഭൻ, എന്തിന് സുഗ്രീവൻ, അംഗദൻ, ധ്വവേദൻ എന്നിവരോടുകൂടി ഇന്ദ്രജിത്ത് വെറുതെ വിട്ടില്ല. അദ്ദേഹം അവരെ എല്ലാവരെയും പരിക്കേൽപ്പിച്ചു. ലോകാവസാനത്തിലെ കാലാഗ്നി പ്രപഞ്ചത്തെ വിഴുങ്ങുന്നത് പോലെയായിരുന്നു ഇന്ദ്രജിത്ത്. അദ്ദേഹത്തിന്റെ കൗശലവും ശക്തിയും ഒരേപോലെ സ്തുത്യർഹം തന്നെയായിരുന്നു. അദ്ദേഹം അമ്പ ആവനാഴിയിൽ നിന്ന് എടുക്കുന്നതും ഞാനിൽ തൊടുക്കുന്നതും എപ്പോഴെന്ന് ആർക്കും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ വില്ലിൽ നിന്ന് നിരന്തരമായി ശരങ്ങൾ ഒഴുകുന്നതായിട്ടേ കാഴ്ചക്കാർക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതൊരു ഭംഗിയേറിയ കാഴ്ചയായിരുന്നു താനും. പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്ന് അദ്ദേഹം അപ്രതീക്ഷിതമായി. അപ്പോൾ ശരങ്ങൾ മാത്രമേ കാണുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാ മഹാന്മാന്മാരും ധീരന്മാരുമായ വാനരന്മാർ ഇന്ദ്രജിത്തിനാൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇന്ദ്രജിത്ത് അവരെയെല്ലാം കടന്ന് രാമന്റെയും ലക്ഷ്മണന്റെയും മുമ്പിലെത്തി. അദ്ദേഹം അവരുടെ നേരെ വളരെ അസ്ത്രങ്ങൾ അയച്ചു. രാമൻ അവയെ വകവച്ചില്ല. അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു: ലക്ഷ്മണ, ഇപ്പോൾ അദ്ദേഹം നമ്മുടെ സൈന്യത്തെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിലും എത്തിയിരിക്കുന്നു. ബ്രഹ്മാവിൽ നിന്ന് വരങ്ങൾ നേടിയ അദ്ദേഹം വലിയൊരു യോദ്ധാവാണ്. ഇടയ്ക്കിടെ അദ്ദേഹം ആകാശത്തിൽ ഒളിക്കുന്നു. അപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും കാണുവാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പിന്നിലുള്ള ശക്തി ബ്രഹ്മാവാണ്. അത് ബാധിക്കാത്ത നിലയിൽ ഈ ആക്രമം സഹിക്കുക. ഈ സർവനാശകരമായ ആക്രമണത്തിൻ കീഴിൽ നമ്മുടെ സൈന്യം ആടുകയാണ്, ചുഴറ്റിയെറിയപ്പെടുകയുമാണ്. നമ്മെ പരാവശരാക്കി നിലം പതിപ്പിച്ച് വിജയഭീരത്തോടെ നഗരത്തിലേക്ക് മടങ്ങുവാൻ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന് തോന്നപ്പെടുന്നു. കോസല സഹോദരന്മാർ ഇന്ദ്രജിത്തിന്റെ ശരവർഷം സഹിച്ചുകൊണ്ടിരുന്നു. ഇന്ദ്രജിത്ത് വിജയഭാവത്തിൽ ആഘോഷിക്കുകയും ചെയ്തു. എല്ലാവരെയും തോൽപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ആഹ്ലാദകരമായ ഒരു പ്രഖ്യാപനത്തോടെ തന്റെ ആൾക്കാരോടും കൂടി അദ്ദേഹം ലങ്കയിലേക്ക് മടങ്ങിപ്പോയി. വാനര സൈന്യം നിശേഷം മന്ദീഭവിക്കപ്പെട്ടിരുന്നു. അവരെല്ലാവരും മരിച്ചതുപോലെ ബോധം കെട്ട് കിടപ്പായി. സുഗ്രീവനും അംഗദനും മറ്റ് നേതാക്കളും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. സംഭവിച്ചതെല്ലാം വിഭീഷണൻ നോക്കിക്കണ്ട് മനസ്സിലാക്കി. എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കുവാനും തകർന്നാണികളിൽ സമാധാനം പുലർത്തുവാനും പ്രോത്സാഹനം നൽകുവാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ടേയിരുന്നു: ഭയപ്പെടരുത്. ദുഃഖത്തിനോ ഭയത്തിനോ ഉള്ള സമയമല്ലിത്. നമ്മുടെ 2 രാജകുമാരന്മാരും ധീരനായ രാമനും ലക്ഷ്മണനും ബ്രഹ്മാവിനെ ബഹുമാനിക്കുവാൻ തീരുമാനിച്ചാരെന്നാണ്. ഇന്ദ്രജിത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നേരെ ഉപയോഗിച്ച അസ്ത്രത്തിന്റെ അധിഷ്ഠാന ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ടാണ് എല്ലാവരും കീഴ്പ്പെട്ടിരിക്കുന്നത്. വിഭീഷണൻ ചുറ്റും നോക്കി. ഹനുമാൻ അസ്തബലനായിട്ടില്ലെന്നും
അദ്ദേഹം തന്നെ സ്വസ്ഥയിലാണെന്നും കണ്ടു. അദ്ദേഹം ഹനുമാനോട് പറഞ്ഞു, ഈ ശക്തമായ അസ്ത്രം ഇന്ദ്രജിത്തിന് ബ്രഹ്മാവ് നേരിട്ട് നൽകിയതാണ്. അതാണ് അദ്ദേഹം സൈന്യത്തിൻ്റെ നേരെയും രാജകുമാരന്മാരിലും പ്രയോഗിച്ചിട്ടുള്ളത്. ഹനുമാൻ ആ അസ്ത്രത്തെ മനസ്സാ പൂജിച്ചു. അദ്ദേഹം പറഞ്ഞു, അസ്ത്രത്തിൻ്റെ തീക്ഷ്ണതയെ അതിജീവിച്ചവർ ആരെല്ലാമെന്ന്, ആരെല്ലാം അതിനെ കീഴങ്ങിയെന്ന് നമുക്ക് നോക്കാം. അവർ കയ്യിൽ പന്തങ്ങളുമേന്തി യുദ്ധഭൂമിയിൽ ചുറ്റി നടന്നു. ജീവനുള്ളവരുണ്ടോ എന്ന് ആരാഞ്ഞു. ആയുധങ്ങളും പൊളിഞ്ഞ് അല്ലാതെയുമുള്ളവർ പാറകളിലും നിലത്തും വിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കൊമ്പുകളോടുകൂടിയ വൃക്ഷങ്ങളും അവിടെ കിടന്നു. യജ്ഞശാലയുടെ മുറ്റങ്ങളിൽ ദർഭപ്പുല്ല് വിതറിക്കിടക്കുന്നത് പോലെ ശരങ്ങളും ചാട്ടുകുന്തങ്ങളും രഥങ്ങളുടെ ഭാഗങ്ങളും അവിടെ കിടന്നിരുന്നു. വിഭീഷണൻ ജാംബവാനെ തിരഞ്ഞു കണ്ടുപിടിച്ചു. അസ്ത്രത്താലുണ്ടായ വേദനയാലും യാതനയാലും പിടയുകയായിരുന്നു അദ്ദേഹം. വിഭീഷണൻ വിനയപൂർവ്വം പറഞ്ഞു, ബന്ധ്യനായുള്ളവേ, അസ്ത്രം മൂലം അങ്ങയുടെ ജീവൻ അപകടത്തിലായിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാംബവാൻ പറഞ്ഞൊപ്പിച്ചു, സംസാരിക്കുന്നത് വിഭീഷണനാണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങയുടെ ശബ്ദം എനിക്ക് അത്ര സുപരിചിതമാണ്. എനിക്ക് അങ്ങയെ കാണുവാൻ കഴിയുന്നില്ല. ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്ന് എന്നോട് പറയൂ. വിഭീഷണന്റെ ആ ചോദ്യത്തിൽ അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ യജമാനെ പറ്റിയും അദ്ദേഹത്തിന്റെ ക്ഷേമത്തെ പറ്റിയും അങ്ങ് ചോദിക്കാഞ്ഞത് അത്ഭുതമായിരിക്കുന്നല്ലോ. രാവനെ പറ്റിയും അങ്ങയ്ക്ക് ചിന്തയില്ലെന്നോ? ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചത് എന്തിനാണ്? അങ്ങയ്ക്ക് സുഗ്രീവനെ പറ്റിയോ രാജകുമാരന്മാരെ പറ്റിയോ വിചാരമൊന്നുമില്ലേ? അങ്ങയ്ക്ക് ഹനുമാനോടാണ് ഏറ്റവും കൂടുതൽ പ്രതിപത്തി എന്ന് എനിക്കിപ്പോൾ തീർച്ചയായി. മറ്റാരെക്കുറിച്ചും അങ്ങയ്ക്ക് വിചാരമില്ലെന്നത് ഞാൻ അമ്പരിക്കുകയാണ്. ജാംബവാൻ പറഞ്ഞു, മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് മുമ്പായി ഹനുമാനെ പറ്റി അന്വേഷിച്ചത് എന്താണെന്നല്ലേ? പറയാം. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സൈന്യമൊട്ടാകെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുവെന്നു എന്ന് ഉറപ്പിക്കാം. അദ്ദേഹം മരിച്ചുവെങ്കിൽ നമ്മളുടെ എല്ലാം അന്ത്യമാണെന്ന്. ഹനുമാൻ ശൗര്യത്തിൽ അഗ്നിക്ക് തുല്യനാണ്. അതിനാൽ ഏവർക്കും ജീവൻ മടക്കി കിട്ടുമെന്ന ആശയ്ക്ക് വകയുണ്ട്. ഹനുമാൻ അടുത്തു ചെന്നു. ജാംബവാന്റെ ഇരുപാദങ്ങളും തന്റെ കൈ പിടിച്ച് അദ്ദേഹം നമസ്കരിച്ചു. ഹനുമാൻ ജാംബവാനെ അത്രയധികം ആദരവുണ്ടായിരുന്നു. ജാംബവാൻ ഹനുമാനോടാവട്ടെ എന്തെന്നില്ലാത്ത വാത്സല്യവും. വൃദ്ധനായ ജാംബവാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വരൂ ഹനുമാൻ. വാനരന്മാരുടെ ജീവൻ ഇപ്പോൾ അങ്ങയുടെ കയ്യിലാണ്. അങ്ങയെപ്പോലെ ശക്തനായി മറ്റാരുമില്ല. അങ്ങാണ് ഞങ്ങളുടെ ഏക രക്ഷ. മരണതുല്യനായ മാന്ദ്യത്തിൽപ്പെട്ട് കിടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും അങ്ങയ്ക്ക് അതിൽപ്പെട്ട് മോചിപ്പിക്കുവാൻ കഴിയും. അങ്ങ് നമ്മുടെ രാജാവിനെയും രാജകുമാരനെയും രക്ഷിക്കണം. ഹനുമാൻ, അങ്ങ് വീണ്ടും സമുദ്രം കടക്കണം. ഹിമവൽ പർവ്വതത്തിലേക്ക് പോകണം. അവിടെ സ്വർണ്ണവർണ്ണത്തോടു കൂടി ഒരു കൊടുമുടി കാണാം. ഋഷഭ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ അരികിലായാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് കൊടുമുടികളുടെയും നടുവിൽ ഔഷധി പർവ്വതം എന്ന പേരായ ഒരു കൊടുമുടിയുണ്ട്. അതും അങ്ങേക്ക് കാണും. രോഗം മാറ്റുന്ന ഔഷാദികൾ അവിടെ സുലഭമാണ്. ഇരുട്ടിൽ തിളങ്ങുന്ന ഔഷധ ചെടികളും അവിടെയുണ്ട്. അവ പരിസരങ്ങൾക്കും വെളിച്ചം നൽകിക്കൊണ്ടേയിരിക്കുന്നു. അവ എണ്ണത്തിൽ 4 ഉണ്ട്. മരിച്ചവർക്ക് ജീവൻ ധരിച്ചേക്കുന്ന മൃതസഞ്ജീവനി, എല്ലാ മുറിവുകളിൽ നിന്നും ഉണക്കുന്ന വിശല്യകരണി, സാവർണ്യകരണി, സന്താനകരണി എന്നിവയാണവ. വേഗം പുറപ്പെടൂ. ആ കൊടുമുടിയിൽ നിന്ന് ഈ ഒറ്റമൂലികൾ സമ്പാദിക്കൂ. വേഗം മടങ്ങി വരികയും ചെയ്യൂ. എന്നാൽ അങ്ങേക്ക് അവരുടെയെല്ലാം ജീവൻ തിരിച്ചു നൽകുവാൻ കഴിയും. ഇപ്പോൾ ജീവൻ പോയ പോലെയാണ് അവരുടെ സ്ഥിതി. അതിവേഗം പ്രവർത്തിച്ചില്ല എങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുമെന്നത് തീർച്ചയാണ്. ഹനുമാൻ ജാംബവാന്റെ വാക്കുകൾ കേട്ടു. ഇതേ ജാംബവാന്റെ പ്രോത്സാഹനത്തിൽ ഒരിക്കൽ സമുദ്രം ചാടിയപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിന് വലിപ്പം കൂട്ടി. ഹനുമാൻ മലയപർവ്വതത്തിൽ കയറി. മുമ്പ് ചെയ്തതുപോലെ അദ്ദേഹം ആകാശത്തേക്ക് ഉയർന്നു. ദേവന്മാരുടെ ദിക്കു നോക്കി അദ്ദേഹം ഉത്തരഭാഗത്തേക്ക് മുഖം തിരിച്ചു. മേരുവും കൈലാസവും ലക്ഷ്യമാക്കി അദ്ദേഹം അതിവേഗം പ്രയാണം ചെയ്തു. അദ്ദേഹം തന്റെ പിതാവായ വായുവിനെ പോലെ അത്ര വേഗത്തിലാണ് പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ക്ഷീണവും തോന്നിയില്ലാതാനും. അദ്ദേഹം വളരെ വേഗം ഹിമാങ്കലെത്തി. നദികൾ, നദങ്ങൾ, മലയരുവികൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ ആ പർവ്വതത്തിനൊരു അലങ്കാരമായിരുന്നു. ഉപരിഭാഗം മഞ്ഞു മൂടി തിളങ്ങിയിരുന്നു. ഹനുമാൻ പല ആശ്രമങ്ങളും കണ്ടു. മുമ്പ് കണ്ടിട്ടില്ലാത്ത അഴകേറിയ പല വൃക്ഷങ്ങളും കണ്ടു. അദ്ദേഹം കൈലാസത്തിലും മേരുവിലും എത്തി. ജാംബവാൻ പറഞ്ഞ കൊടുമുടിയും അദ്ദേഹം കണ്ടു. ഔഷാദികൾ തീനാളങ്ങൾ പോലെ തിളങ്ങിയിരുന്നു. അത് കാണുവാൻ വളരെ ചന്തമായിരുന്നു. ജാംബവാൻ പറഞ്ഞ ആ പ്രത്യേക ഔഷാദികൾ ഹനുമാൻ അന്വേഷിച്ച് നടന്നു. അവയെ എടുത്തുകൊണ്ടുപോരുവാൻ ആരോ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അവ ഒളിഞ്ഞു നിന്നു. അതിനാൽ ഹനുമാൻ അവയെ കാണുവാൻ കഴിഞ്ഞില്ല. പർവ്വതം തന്നോട് കളിച്ച കളി ഹനുമാൻ അറിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, രാമന്റെ നന്മയ്ക്കായി അങ്ങ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇത് അങ്ങയുടെ തീരുമാനമാണോ? എങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ അങ്ങയെ ഇടിച്ച് തവിടുപൊടിയാക്കും. ഈ പറഞ്ഞതോടൊപ്പം ഒരു കോപാവേശത്താൽ അദ്ദേഹം പർവ്വതത്തെ പിടിച്ചു കുലുക്കി. അതെളുപ്പം പൊക്കിയെടുക്കുകയും ചെയ്തു. ഹനുമാൻ ആ പർവ്വതമാകെ പൊക്കി തന്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹം ഇത് ചെയ്തപ്പോൾ ദേവലോകത്ത് ആശ്ചര്യം ജനിച്ചു. അദ്ദേഹം ഗരുഡനേക്കാൾ വേഗത്തിൽ പറന്നു. ഒരു തീനാളം പോലെ പ്രകാശിച്ചുകൊണ്ട് അദ്ദേഹം ആകാശത്തിലേക്ക് പാഞ്ഞു.
വളരെ വേഗം അദ്ദേഹം ലങ്കയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഹനുമാൻ ആ പർവ്വതത്തെ വാനര സൈന്യത്തിനിടയിൽ വെച്ചു. വൃദ്ധരെയും വിഭീഷണനെയും അദ്ദേഹം വന്ദിച്ചു. ഔഷാദികളുടെ ഗന്ധം അന്തരീക്ഷം മുഴുവൻ വ്യാപിച്ചു. രാവണൻ ഉണർന്നു, ലക്ഷ്മണനും. ക്രമേണ വാനര പ്രധാനികൾ ഉണർന്നെഴുന്നേറ്റു. വാനര സൈന്യമൊട്ടാകെയും ബോധം കെട്ട് തെളിഞ്ഞു വീണു. അവരോരോരുത്തരുടെയും മേൽ നൂറുകണക്കിനുണ്ടായിരുന്ന മുറിവുകളുടെ അടയാളം പോലും ഇപ്പോൾ കാണുവാനുണ്ടായിരുന്നില്ല. ഒരു നീണ്ട ഉറക്കത്തിൽ നിന്നുണർന്ന ഒരു പ്രതീതയാണ് അവർക്കേവർക്കും അനുഭവപ്പെട്ടത്. ഔഷാദികൾ ഒരൊറ്റ രാക്ഷസിന് പോലും ജീവൻ തിരിച്ചു നൽകുകയുണ്ടായില്ല. യുദ്ധഭൂമിയിൽ ഒരൊറ്റ രാക്ഷസനും മരിച്ചു കിടന്നിരുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. മരിക്കുകയോ മരിക്കാത്തക്കവണ്ണം മുറിവേൽക്കുകയും ചെയ്ത രാക്ഷസന്മാരെ അപ്പപ്പോൾ എടുത്ത് സമുദ്രത്തിൽ എറിയണമെന്നായിരുന്നു രാക്ഷസ രാജാവിൻ്റെ കൽപ്പന. തൻ്റെ അന്തസ്സും യശസ്സും നിലനിർത്തുവാൻ അതാണ് മാർഗമെന്ന് അദ്ദേഹം ചിന്തിച്ചു. മൃതദേഹങ്ങൾ യുദ്ധഭൂമിയിലാകെ പരന്നു കിടന്ന അന്തസ്സിന് ചേർന്നതല്ലാതാണ്. സൈന്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഹനുമാൻ ആ പർവ്വതത്തെ വീണ്ടും എടുത്ത് ഹിമവങ്കിൽ എത്തിച്ചു. രാമന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സുഗ്രീവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹനുമാൻ, കുംഭകർണൻ മരിച്ചിരിക്കുന്നു, രാവണന്റെ പുത്രനും മരിച്ചിരിക്കുന്നു. രാവണൻ ഇപ്പോൾ യുദ്ധഭൂമിയിലേക്ക് വരില്ല എന്ന് തീർച്ചയാണ്. നമ്മുടെ ചുണയുള്ള ചില വാനരന്മാർ കയ്യിൽ തീപ്പന്തങ്ങളുമായി ലങ്കയിലേക്ക് പോവട്ടെ. പൂർവ്വസന്ധ്യയിലെ വെളിച്ചം മങ്ങി, ഇരുട്ടായി. ആകാശത്തിൽ കണ്ട തീപ്പന്തങ്ങളും കാവൽക്കാരെ ഭീതിപ്പെടുത്തി. വാനരന്മാർ അവരെ വേട്ടയാടി, അവരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. വാനരന്മാർ നഗരത്തിന് തീ കൊളുത്തി. അവർക്ക് കടന്നു ചെല്ലുവാൻ പറ്റിയ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് കയറി തീ കൊളുത്തുകയാണ് ഉണ്ടായത്. നഗരം ആളിക്കത്തി. ഇത് രണ്ടാം ലങ്കാദഹനമായിരുന്നു. മന്ദിരങ്ങളും ആയുധശാലകളും നിമിഷനേരം കൊണ്ട് കത്തി ചാമ്പലായി. രാത്രിയായതുകൊണ്ട് ഏവരും ഉറക്കത്തിലായിരുന്നു. അന്തേവാസികൾക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വളരെയധികം ജീവഹാനിയും വന്നു ചേർന്നു. ദുഃഖാർത്ഥമായ രോദനൻ രാമന്റെയും ലക്ഷ്മണന്റെയും ചെവിയിലെത്തിയപ്പോൾ അവർ വില്ല് കയ്യിലെടുത്ത് ഞാനൊന്ന് വലിച്ചു കെട്ടി. ആ ശബ്ദം മറ്റെല്ലാ ശബ്ദങ്ങളെയും കീഴ്പ്പെടുത്തി. അത് ലങ്കയിൽ മാറ്റൊലി ചൊല്ലിപ്പിക്കുകയും ചെയ്തു. പിനാകം കയ്യിലെടുത്ത മഹാദേവനെ പോലെ രാമൻ ശോഭിച്ചു. രാവണ സൈന്യം രാമനോട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി. അവർ സിംഹങ്ങളെ പോലെ ഗർജിച്ചു. ഭീതിജനകങ്ങളായ ശബ്ദങ്ങളോടെ യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു. തുടരും.